little one. So today we are going to learn some blends. What do you mean by blends? Blends എന്ന് വെച്ചാൽ എന്താ? Blends എന്ന് വെച്ചാൽ two consonant sounds said together. അതായത് two consonant ലെറ്റേഴ്സിൻ്റെ സൗണ്ട്സ് ഒരുമിച്ച് വായിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? blends എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടു ലെറ്റേഴ്സ് ബിഗിനിങ് കോൺസണൻറ്റ് ബ്ലെൻഡ് ആണ്. അതായത് ഒരു വേർഡിൻ്റെ ബിഗിനിങ്ങിൽ വരുന്ന ടു കോൺസണൻറ്റ് സൗണ്ട് ലെറ്റേഴ്സിൻ്റെ സൗണ്ട്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലിൻ്റെ ബ്ലെൻഡ്സ് ആണ്. ഇതേപോലെ ആറിൻ്റെതുണ്ട്, ടീൻ്റെതുണ്ട്, എല്ലാത്തിൻ്റെതും ഉണ്ട്. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എല്ലിൻ്റെതാണ്. അപ്പോൾ ഈ എല്ല് ഈ കൂട്ടുകാരില്ലേ BCFGPS, നിങ്ങൾ ഏത് വേർഡിന് മുന്നേ ബിയും എല്ലും കാണുകയാണെങ്കിൽ ഇനി മുതൽ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ വായിക്കണം. ഒരിക്കലും നമ്മൾ ബ്ലൻഡ് അങ്ങനെ വായിക്കരുത്. നമ്മളെങ്ങനെ വായിക്കണം? ഈ ബിയും എല്ലും ഒപ്പരം ചേർത്തിട്ട് വായിക്കണം. അതായത് ബ് ബ് ബ്ല് 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 ബ്ലൻഡ് ബ്ല് ബ്ലാസ്റ്റ് അങ്ങനെ വായിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബി സെപ്പറേറ്റ് എല്ല് സെപ്പറേറ്റ് അങ്ങനെ വായിക്കരുത്. ബിയും എല്ലും ചേർത്തിട്ട് ബ്ല് ബ്ലാസ്റ്റ് അങ്ങനെയാണ് വായിക്കേണ്ടത്. അതേപോലെ നമ്മൾ സിയും എല്ലും കാണുമ്പോൾ ക്ല് അപ്പ് ക്ലാപ്പ്, ക്ല് അസ് ക്ലാസ്, ഫ്ല് ഗ് ഫ്ലാഗ്, ഫ്ല് ആറ്റ് ഫ്ലാറ്റ്, ഗ്ല് ആസ് ഗ്ലാസ്, അതേപോലെ ഗ്ലൂ അതേപോലെ വായിക്കണം. അതേപോലെ പി എല്ലും കൂടി വരുമ്പോൾ പീൻ്റെ എങ്ങനെ സൗണ്ട് വരിക? പ് പ് ല് പ്ല് പ്ല് ന് പ്ലാൻ പ്ലേ. ഓക്കെ, അതേപോലെ സ്ല് വരുമ്പോൾ സ്ലിപ്പ്. അപ്പോൾ ഇനി മുതൽ നമ്മളെങ്ങനെ വായിക്കുക? ബിയും എല്ലും നമ്മളൊരു വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബിയും എല്ലും കാണുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും. ബിയും എല്ലും ഒരുമിച്ച് വായിക്കണം. എന്നിട്ട് ENT ബ്ലാൻഡ്. സിയും എല്ലും കാണുകയാണെങ്കിൽ അത് രണ്ടും ഒപ്പരം വായിക്കുക. ക്ല്. ഓക്കെ, ഫ്ലാഗ്. എഫ് എല്ലാണെങ്കിൽ ഫ്ല് ഫ്ലാഗ്. ജി എല്ലാണെങ്കിൽ അതൊരുമിച്ച് വായിക്കുക. പി യു എല്ലാണെങ്കിൽ അതൊരുമിച്ച് വായിക്കുക. എസ് എല്ലോ ആണെങ്കിൽ അതൊരുമിച്ച് വായിക്കുക. ഒരിക്കലും നമ്മൾ ഈ ലെറ്റേഴ്സാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നതെങ്കിൽ അതൊരുമിച്ച് വായിച്ചിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് വായിക്കുക. അപ്പോൾ ബിഗിനിങ്ങിൽ ബ്ലെൻഡിങ് കോൺസണൻസിൻ്റെ എല്ലിൻ്റെ തീം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബൈ ബൈ.